ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. കടലക്കറി എപ്പോഴും ഒരേ ടേസ്റ്റിലാണോ തയ്യാറാക്കുന്നത്? എങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിലിതുണ്ടാക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ കടലക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് കടല നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് കേട്ടോ കടല എടുത്തിട്ടുള്ളത്. വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ബ്രൗൺ കളറിലുള്ള കടല ഉണ്ടല്ലോ, അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓവർനൈറ്റ് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ട് കുക്കറിലിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് കുക്ക് ചെയ്തിട്ടുള്ള കടലയാണ് കേട്ടോ. ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ കടല ഒന്ന് വെന്തിട്ടുണ്ടാവണം. ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും 2 ഏലയ്ക്ക, 1 ഗ്രാമ്പു, 1 കറുവാപ്പട്ടയും ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഗ്രാമ്പും കറുവാപ്പട്ടയൊക്കെ നല്ല രീതിക്ക് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലിയ സവാളയിൽ 2 സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ആ സവാള ചേർക്കാം. സവാള ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകണം അങ്ങനെയൊന്നും ആവശ്യമില്ല. ചെറിയ രീതിക്ക് തന്നെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമ്മുടെ സവാള നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റിട്ടുണ്ടാവും. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഈ സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ നിറയെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ ഒരു 2 ടീസ്പൂൺ അളവിൽ കശ്മീരി ചില്ലി പൗഡറും കൂടി. എരിവ് നല്ല കുറവാണ്. ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂണൊക്കെ ധാരാളം മതിയാവും. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. അപ്പോൾ ഇത്രയും മസാലകളും ചേർത്തിട്ട് നല്ല രീതിക്ക് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ മസാലയുടെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാല ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ മസാല എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളി പേസ്റ്റാണ്. അത്യാവശ്യം വലിയ തക്കാളിയുടെ 1.5 തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. തക്കാളിയുടെ പേസ്റ്റും ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് എല്ലാം നല്ല രീതിക്ക് ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കടല ചേർക്കാവുന്നതാണ്. കൂടെ ഈ കടല വേവിച്ചെടുത്ത വെള്ളമാണ് ചേർക്കുന്നത്. 1 കപ്പ് അളവിൽ ചേർക്കുകയാണ്. 1/4 കപ്പ് അളവിൽ കടല ഞാനിപ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ ഒന്ന് അരച്ച് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതുപോലെ കടല ഒരു അല്പം ഒന്ന് അരച്ച് നമ്മൾ ചേർക്കുമ്പോഴത്തേക്കും ഗ്രേവിയിൽ നല്ലൊരു കടലയുടെ ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും. അതുപോലെ തന്നെ കറിക്ക് നല്ലൊരു തിക്നെസ്സും കിട്ടും കേട്ടോ. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് നമ്മുടെ ഗ്രേവിയും കടലയൊക്കെ ഒന്ന് യോജിക്കുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഗ്രേവി എല്ലാം നല്ല രീതിക്ക് ഒന്ന് തിളച്ച് തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രേവി എല്ലാം ലൈറ്റായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇനി ചേർക്കേണ്ടത് 1/2 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചേർക്കാം. 1 മുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് കേട്ടോ ഇത്. കൂടെ നമ്മുടെ ഈ ഗ്രേവിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമ്മൾ നേരത്തെ കടല വേവിച്ചിരുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കി വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ച് നല്ല രീതിക്ക് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഈ ഗ്രേവി കുറച്ചും കൂടി ഒന്ന് വറ്റി കിട്ടും. അതുപോലെ തന്നെ ഈ മസാല എല്ലാം നമ്മുടെ കടലയിൽ നല്ലതുപോലെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. എന്നാൽ ശരി, ഞാനിപ്പോൾ കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. ഫ്ലെയിം മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിരുന്നാൽ മതിയാവും. നല്ല ഫ്ലെയിം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേവി പെട്ടെന്ന് വറ്റിപ്പോകും. എൻ്റെ പേരിൽ ഇച്ചിരി കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ കടലക്കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്കായിട്ട് നല്ല ക്രീമി ആയിട്ടാണ് നമ്മുടെ കടലക്കറി കിട്ടിയിട്ടുള്ളത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഇതിലേക്ക് ചെറിയൊരു താളിപ്പും കൂടി ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ താളിച്ചെടുക്കാനായിട്ട് ഇതുപോലെ കുഞ്ഞു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ചെറിയൊരു പീസ് അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ ചേർത്തേക്കണം. ഇല്ലെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് നെയ്യ് ചേർക്കാം. ബട്ടർ ഒന്ന് ഉരുകി തുടങ്ങുന്നതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി. ഇനി ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുകയാണ്. കൂടെ ഇനി ഇതിനോടൊപ്പം ഒരല്പം മല്ലിയിലയും കൂടി ചേർക്കാം.
ഇനി നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നല്ല ചൂടുണ്ട്, അതിൻ്റെ പേരിലാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മല്ലിയില നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ താളിച്ച് നേരെ തന്നെ കറിയിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ബട്ടറിൻ്റെയും അതുപോലെ തന്നെ ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ രുചിയായിട്ടൊരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് കേട്ടോ നമ്മുടെ ഈ കടലക്കറി കിട്ടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ എന്നും ഒരേ ടേസ്റ്റിൽ നമ്മൾ തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതുപോലൊരു കടലക്കറി നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. നിങ്ങളുടെ ഫേവറേറ്റ് കടലക്കറികളിൽ ഒന്നായിട്ട് ഇത് ഉറപ്പായിട്ടും മാറും. എന്തിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കടലക്കറി. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.